റഹീം. ബഹുമാനികളെ, പരിശുദ്ധമായ റമളാൻ സമാഗതമായിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഈ റഹ്മത്തിൻ്റെ 10 എന്ന് പറയപ്പെട്ട ഈ അനുഗ്രഹീതമായ ആദ്യത്തെ 10. അല്ലാഹു തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഭൂമി ലോകത്തേക്ക് 1,24,000-ത്തിലധികം വരുന്ന പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നുവെന്ന് വളരെ വ്യക്തമായി തന്നെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വലഖദ് അർസൽനാ മൂസ ബി ആയാത്തിന മൂസ നബി അലൈഹിസ്സലാമിനെ നമ്മൾ വ്യക്തമായ നുബുവത്തിന്റെ അടയാളങ്ങളുമായി, മുഅ്ജിസത്തിന്റെ അടയാളങ്ങളുമായി, പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളുമായി മൂസ നബി അലൈഹിസ്സലാമിനെ നമ്മൾ നിയോഗിച്ചത് അൻഅഖ്രിജ് ഖൗമക മിനൽ ദുലുമാത്തി ഇലൻ നൂർ. അല്ലാഹു തആല പറയുന്നത്, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിന്റെ ജനങ്ങളെ നീ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ലോകത്ത് മനുഷ്യ സമുദായത്തിൽ എന്നൊക്കെ ഫിത്നയും ഫസാദും ആരംഭിച്ചിട്ടുണ്ടോ അന്ന് മുതലുള്ള പ്രശ്നമാണ് ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള പ്രശ്നം. ലോകത്ത് എക്കാലത്തും ഇരുട്ട് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ ഇരുട്ടിനെ പ്രതിരോധിക്കാൻ വേണ്ടി വെളിച്ചം വരുമ്പോഴൊക്കെ ആ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ വേണ്ടി ശക്തമായ, ആസൂത്രിതമായ, അതിശക്തമായ പ്രവർത്തനം ഇരുട്ടിന്റെ ശക്തികൾ ലോകത്ത് എപ്പോഴും നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് എപ്പോഴും ഇരുട്ടും വെളിച്ചവും എക്കാലത്തും മത്സരത്തിലാണ് എന്നതൊരു സത്യമാണ്. അതുകൊണ്ടാണ് മജൂസികൾ എന്ന് പറയുന്ന ഒരു മതത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. മജൂസികൾ, ജൂതന്മാരല്ല, മജൂസികൾ എന്ന് പറയുന്ന ഒരു മതക്കാരുണ്ട്. അവർ 6 മാസം വെളിച്ചത്തെയും 6 മാസം ഇരുട്ടിനെയും ആരാധിക്കുന്നവരാണ്. 6 മാസത്തെ ദൈവം വെളിച്ചമാണ്. 6 മാസം കഴിഞ്ഞാൽ പിന്നെ ദൈവം പിശാചാണ്, ഇരുട്ടാണ്. ഇതെന്തുകൊണ്ടാ വന്നെന്ന് ചോദിച്ചാൽ അവരുടെ വിശ്വാസപ്രകാരം അങ്ങനെ ഈ ഇരുട്ടിനെ തൃപ്തിപ്പെടുത്താതെ, ഇരുട്ടിനെ ആരാധിക്കാതെ, ഇരുട്ടിനെ പ്രീതിപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ധാരണയിലാണ് അവസാനം അവരുടെ മതവിശ്വാസം എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുട്ട് ലോകത്തെക്കാലത്തും ഉണ്ട്. ആ ഇരുട്ടിനെ പ്രതിരോധിക്കുക, വെളിച്ചത്തിന്റെ ഒപ്പം നിൽക്കുക, വെളിച്ചത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ മുഴുവൻ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അത് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവരാ ഇരുട്ടിലാണ്. അള്ളാഹുവിന്റെ ദീനിനെ, സൃഷ്ടാവായ ദൈവത്തെ കണ്ടെത്താൻ കഴിയാത്തവൻ ആ ഇരുട്ടിൽ നിന്ന് മോചനം കിട്ടൂല. വല്ലദീന കദ്ദബൂ ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സുമ്മുൻ ബുക്മുൻ ഫിൽ ദുലുമാത്തി, അവർ ബധിരന്മാരും മൂകന്മാരുമാണ്. ഫിൽ ദുലുമാത്തി, അവർ ഇരുട്ടുകളിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. പലവിധ ഇരുട്ടുകള്, വിവരമില്ലായ്മയുടെ ഇരുട്ടുകള്, അജ്ഞതയുടെ ഇരുട്ടുകള്, അബദ്ധ വിശ്വാസങ്ങളുടെ ഇരുട്ടുകൾ, എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ഇരുട്ടുകൾക്കിടയിലാണ് അവർ ജീവിക്കുന്നത്. ആ ഇരുട്ടിൽ നിന്ന് പുറത്തു വരാൻ അത്തരം ദുഷ്ടശക്തികൾക്ക് കഴിയുകയില്ല. പിന്നെയോ അവരെ ആ ഇരുട്ടിൽ എത്തിച്ചിരിക്കുന്നത് വസയ്യന ശൈത്വാൻ, അവരുടെ ഇരുട്ടിന്റെ ശക്തിയായ, ഇരുട്ടിനെ പ്രലോഭിപ്പിക്കുന്ന, ഇരുട്ടിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന പിശാചാവട്ടെ വസയ്യന ലഹുമുൽ ശൈത്വാനു മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്, അലങ്കാരമാണ്, ചൊറുക്കാക്കി കാണിച്ചു കൊടുക്കുകയാണ് പിശാച് ചെയ്യുന്നത്. അവർ ചെയ്യുന്നതൊന്നും മോശമല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഉഷാറാണ്, അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കേമമാണ്, അവർ ചെയ്യുന്നതൊക്കെ വിജയത്തിലാണ് എന്ന് പിശാചും അവന്റെ ശക്തികളും, അവന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. സത്യത്തിന്റെ ആളെ കൂടെ കുറച്ച് ആളെ ഉണ്ടാവുള്ളൂ. അതിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വലിയ ശക്തിയൊന്നും ഉണ്ടാവില്ല, അതിലേക്ക് പിടിച്ചു വലിക്കാൻ ആളുണ്ടാവൂല. പക്ഷെ ഇരുട്ടിലേക്ക്, അസത്യത്തിലേക്ക്, അജ്ഞതയിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ, പൈശാചിക ശക്തികൾ, അത് മതത്തിന്റെ പേരിലാവാം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിലാവാം,
മദ്യവും മയക്കുമരുന്നുമാവാം, അല്ലെങ്കിൽ കൂട്ടുകെട്ടിലൂടെയാവാം, അല്ലെങ്കിൽ ദേശീയതയാവാം, അല്ലെങ്കിൽ മതേതരത്വമാവാം, അല്ലെങ്കിൽ ജനാധിപത്യമാവാം, എന്തോ ആവാം. എന്തിലൂടെയും നമ്മളെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കള്, പൈശാചിക ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മളെ ഈ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ആഹ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. വമാ യസ്തവിൽ അഅ്മ വൽ ബസീറു, കാഴ്ചയുള്ളവനും കണ്ണുപൊട്ടനും സമമാകുകയില്ല. അള്ളാഹു പറഞ്ഞു, കാഴ്ചയുള്ളവനും കണ്ണുപൊട്ടനും സമമാകുകയില്ല. വലല്ലുലുമാതു വലന്നൂറു, അപ്രകാരം തന്നെയാണ് ഇരുട്ടുകളും വെളിച്ചവും തമ്മിൽ സമമാവുകയില്ല. ഇവിടെ അള്ളാഹു തആല ഈ ആയത്തുകളിലൊക്കെ ഒരു പ്രയോഗമുണ്ട്, ലുലുമാത്ത്, ഇരുട്ടുകൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല പ്രകാശങ്ങൾ എന്ന് പറയുന്നില്ല. പ്രകാശം ഒന്നേ ഉള്ളൂ. നൂറ് എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നേ ഉള്ളൂ. പ്രകാശം ഒന്നാണ്, ഇരുട്ടുകൾ പലതാണ്. നമ്മളെ ദുർമാർഗത്തിലേക്ക്, തെറ്റിലേക്ക്, പാപത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് ഇരുട്ടുകൾ ഇവിടെയുണ്ട്. ആ ഇരുട്ടുകൾക്കിടയിൽ നമ്മളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ഹുദയുടെ നൂറ് അത് ഒന്ന് മാത്രമാണ്. അതിന് രണ്ടെണ്ണമില്ല. അത് വളരെ സൂക്ഷിച്ചതാണ്, വളരെ ദുർബലമാണ്, വളരെ ബലഹീനമാണ്. മറ്റവരാകട്ടെ ഭൂരിപക്ഷമാണ്, ആൾക്കൂട്ടമാണ്, സ്വാധീനമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അത്തരം പൈശാചിക ശക്തികളെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ കാത്തിരിക്കണം. അല്ലാഹു തആല പറഞ്ഞു, തണലും ചൂടും സമമാവുകയില്ല. അല്ലാഹു തആല നൽകുന്ന തണല് അതിന്റെ നേരെ വിരുദ്ധമായ ചൂടും തമ്മിൽ സമമാവുകയില്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിൽ സമമാവുകയില്ല. ശവം ഒരിക്കലും നമ്മൾ ശവങ്ങളല്ല, നമ്മൾ ജീവനുള്ളവരാണ്. ആ ജീവനുള്ള വസ്തുക്കള് ജീവനില്ലാത്ത ചത്ത വസ്തുക്കള് എങ്ങനെയാണ് സമമാകുക? ആ ചത്ത ശവവും ജീവിച്ചിരിക്കുന്നവനും സമമാകാത്തത് പോലെ നന്മയും തിന്മയും ഒരിക്കലും സമമാകുകയില്ല. നന്മ അത് എപ്പോഴും ഉയർന്നു നിൽക്കുന്നതാണ്, പക്ഷെ കുറച്ചേ ഉണ്ടാവുള്ളൂ, തോനുണ്ടാവില്ല. അത് എപ്പോഴും കുറവാണ്, അതിന് ശക്തി കുറവാണ്, അതിന് ആള് കുറവാണ്, അതിനെ ഏറ്റെടുക്കുന്നവർ കുറവാണ്. എപ്പോഴും നന്മയുടെ കൂടെ ആളുകൾ കുറവായിരിക്കും. നമ്മൾ ഭൂരിപക്ഷം നോക്കിയിട്ട് തോനെ ആളുള്ളതിൻ്റെ ഒപ്പം കൂടിയാൽ നമ്മൾ പഴിക്കും. യാതൊരു സംശയം അതിന് വേണ്ട. ഞാൻ വാടിൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 8 ആളുള്ള സംഘത്തോടു കൂടെയാണെങ്കിൽ പിഴവിനോട് അടുത്തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 ആളുകളോടുള്ള ഒരു സംഘത്തോടൊപ്പമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നന്മയോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നാണ് അത് അറിയിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആള് കൂടുതൽ ഉണ്ടാവാനല്ല പ്രശ്നം. ആളുകൾ കൂടുതൽ എപ്പോഴും ഉണ്ടാകുക തിന്മയോടൊപ്പമാണ്. തിന്മയ്ക്ക് ആളുണ്ടാവൂ, നന്മയ്ക്ക് എപ്പോഴും കുറച്ച് ആളുകളെ അതിൻ്റെ കൂടെ ഉണ്ടാവൂ. സത്യത്തിനൊപ്പോഴും സത്യത്തിനെന്നും കുരിശുതാൻ ആ കഷ്ടം മർത്യവേതാളമേ നിന്റെ നീതി എന്ന് പി കുഞ്ഞിരാമമേനോൻ പാടിയതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ സത്യത്തിന്റെ ഒപ്പമാണെങ്കിൽ നമ്മൾ കുറച്ചാളെ നമ്മുടെ ഒപ്പം ഉണ്ടാവൂ. മറ്റത് വല ദുലുമാത്ത്, ഇരുട്ട് എന്ന് ഇരുട്ടുകൾ എന്ന് അല്ലാഹു തആല പറയുന്ന ആ അസത്യത്തിന്റെ വാക്താക്കൾ എപ്പോഴും കൂടുതലായിരിക്കും. അവർക്കായിരിക്കും ലോകത്ത് ആധിപത്യം, അവർക്കാണ് ലോകത്തെ വിജയം, അവർക്കാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളിലും വലിപ്പം അവർക്കായിരിക്കും. പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ കൂടെ, വെളിച്ചത്തിന്റെ കൂടെ, സത്യത്തിന്റെ കൂടെ ആണോ എന്ന് നമ്മൾ സ്ഥിരമായി ആലോചിക്കണം. നമ്മളത് ആലോചിക്കണം. ഞാനിപ്പോ സത്യത്തിലാണ് എന്ന് വിശ്വസിക്കുന്നവൻ ലോകവിദ്യ ഉറപ്പിക്കരുത്. സത്യത്തിന്റെ കൂടെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് 5 നേരം 17 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ. നേരായ മാർഗത്തിൽ ചേർന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇത് ആർക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. വലിയ ഉറപ്പൊന്നുമില്ല. എവിടെയും പഴിക്കാം, എപ്പോഴും തെറ്റുപറ്റാം, എപ്പോഴും അസത്യത്തിന്റെ ഒപ്പം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് 17 പ്രാവശ്യം നിർബന്ധമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഫാത്തിഹയിലെ, നിസ്കാരത്തിലെ ഏറ്റവും അനിവാര്യമായ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ ഋജുവായ വളവില്ലാത്ത നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ, വഴി നടത്തണേ, വഴി കാണിക്കണേ തമ്പുരാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാത്? എപ്പോഴും സംശയിക്കണം. നമ്മൾ വഴി തെറ്റി പോകുന്നുണ്ടോ? എന്റെ മാർഗം മോശമായ മാർഗമാണോ? ഞാൻ വഴികേടത്തരത്തിന്റെ കൂടെയാണോ?
വിശ്വാസപരമായ വൈകല്യങ്ങള്, പ്രവർത്തനപരമായ വൈകല്യങ്ങള്, പല രൂപത്തിൽ നമ്മുടെ ഈമാനിന്, നമ്മുടെ ഇസ്ലാമിന് വിഘാതം വരുന്ന ഒരുപാട് ചിന്തകള് നമ്മളെ സ്വാധീനിക്കുകയാണ്. ഒരുപാട് ആളുകൾ, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ എപ്പോഴും പേടിക്കണം. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് സത്യം വളരെ കുറവാണ്, അസത്യത്തിനാണ് ഭൂരിപക്ഷം. മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരിൽ മുസ്ലിമീങ്ങൾ വളരെ കുറവാണ്, വളരെ വളരെ കുറവ്, വളരെ ദുർബലമാണ്. മുമ്പിലുകൾ മുസ്ലിമീങ്ങൾ എന്ന് കാനേഷുമാരിയിൽ സെൻസസിൽ മുസ്ലിം എന്നൊക്കെ കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ അള്ളാന്റെ കോളത്തിൽ നമ്മൾ മുമ്പിനാവണം. അത് വല്ലാത്ത പണിയുള്ളൊരു കാര്യമാണ്, നല്ല അധ്വാനമുള്ള ഒരു കാര്യമാണ്, നമ്മുടെ താല്പര്യങ്ങൾക്കൊക്കെ വിരുദ്ധമാണ്. നമ്മുടെ ഒരു കാര്യത്തിനോട് മതി യോജിക്കൂല. നമ്മുടെ മതപരമായ സംഘടനകള്, രാഷ്ട്രീയമായ പാർട്ടികള്, നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങള്, നമ്മുടെ ചിന്താഗതികളൊക്കെ ആ ഈമാനിനെതിരാണ്. പിന്നെ നമ്മൾ സ്വയം, ഞാൻ കോരന്റെ സർട്ടിഫിക്കറ്റില് കോരൻ ഒപ്പിട്ടു എന്ന് പറയുന്നത് പോലെ ഞാൻ മുഅ്മിനാണ് എന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ട് കാര്യമായില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഹുദയുടെ മാർഗം നമ്മൾ പിൻപറ്റുന്നവരാവണം. അള്ളാഹുവിന് പൊരുത്തമല്ലാത്ത, അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു മാർഗത്തിലും നമ്മൾ ഒരു കാലത്തും ഉണ്ടാവാൻ പാടില്ല. അതിനെപ്പറ്റിയാണ് ഹുദ, നേർമാർഗം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴേ അള്ളാഹു തആല നമുക്ക് ആ നേരിന്റെ മാർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരികയുള്ളൂ. ആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു സത്യവിശ്വാസികളുടെ വലിയാണ്. സത്യവിശ്വാസികളുടെ വലിയ അള്ളാഹുവാണ്. അള്ളാഹുവാണ് നമ്മുടെ കാര്യം ഏറ്റെടുത്തവൻ. അള്ളാഹുവാണ് നമ്മുടെ വലിയ. യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, പഴച്ച വിശ്വാസത്തിന്റെ, പ്രവർത്തന വൈകല്യങ്ങളുടെ, തോന്യാസങ്ങളുടെ, ലിബറലിസത്തിന്റെ, മതയുക്തിവാദത്തിന്റെ ആ ഇരുട്ടുകളിൽ നിന്നൊക്കെ ഇലൻ നൂർ, ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് അള്ളാഹു അവരെ പുറപ്പെടുവിക്കും. യുഖ്രിജുഹും, അല്ലാഹു തആല അവരെ പുറപ്പെടുവിക്കും, മിനൽ ളുലുമാതി, അജ്ഞതയുടെ വൃത്തികേടിന്റെ ഇരുട്ടുകളിൽ നിന്ന് ഇലൻ നൂർ, വെളിച്ചത്തിലേക്ക് അവരെ പുറപ്പെടുവിക്കും. അല്ലാഹു നമ്മളെ ആ നിലയിൽ വെളിച്ചത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ഹിദായത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലാകുന്നത്. മറിച്ച് വല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, വിശ്വാസത്തിൽ പഴച്ച ആളുകൾ, വിശ്വാസപരമായ വൈകല്യമുള്ള ആളുകൾ, അള്ളാഹുവും അവന്റെ പ്രവാചകരും പഠിപ്പിക്കാത്ത ബിദ്അത്തിന്റെ, കുഫറിന്റെ, നിഫാഖിന്റെ, ഇർത്തിദാദിന്റെ വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഔലിയാവുഹും, അവർക്ക് ഒരുപാട് ഔലിയാക്കളുണ്ട്. സത്യവിശ്വാസിക്ക് ഒരു വലിയേ ഉള്ളൂ, അത് സിയം മടവൂരൊന്നുമല്ല, വലിയുള്ള അല്ല തന്നെയാ. അല്ലാഹു വലിയുല്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് ഒറ്റ വലിയ, നമ്മുടെ കാര്യം ഏറ്റെടുക്കുന്നവൻ, ഹിദായത്ത് നൽകുന്നവൻ, നേർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ അള്ളാഹുവാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആ അല്ലാഹ് മാത്രമാണ് നമുക്ക് വലിയ. മറിച്ച് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം വല്ലദീന കഫറു, കാഫിറുകളായ ആളുകൾ, ഔലിയാവുഹും, അവർക്ക് ഒരുപാട് ഔലിയാക്കളുണ്ട്. ഒരാളൊന്നല്ല, അവർക്ക് ഒരുപാട് ഔലിയാക്കളാ, ഒരുപാട് നേതാക്കളാ, ഒരുപാട് രക്ഷിതാക്കളാ, ഒരുപാട് ആ മാർഗദർശികളാണ് അവരെ നയിക്കുന്നത്. അത്താഹൂത്തു, അവരുടെ ഔലിയാക്കള് അത്താഹൂത്തു, പൈശാചിക ശക്തികളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിയവരാണ് അവർ. അവർ നിസ്കരിക്കാൻ കൊണ്ടുപോകുന്നവരല്ല, അവർ നോമ്പിലേക്ക് കൊണ്ടുപോകുന്നവരല്ല, അവർ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാൻ പ്രേരിപ്പിക്കുന്നവരല്ല, അവർ സദാചാര ബോധമുള്ളവരല്ല. നമുക്ക് അവരെ തിരിച്ചറിയാൻ ഇതിൽ എന്ത് അടയാളങ്ങൾ, അതിലേറെ അടയാളങ്ങൾ എന്ത് വേണം? അത്തരം ആളുകളെ അല്ല നമ്മൾ ഔലിയാക്കളാക്കേണ്ടത്, നമ്മുടെ നേതാക്കളാക്കേണ്ടത്, നമ്മുടെ മാർഗദർശികളാക്കേണ്ടത്, നമ്മുടെ ആശയത്തിന്റെ ആശയത്തിന്റെ പ്രതീകങ്ങളായി, മൂർത്തി ഭാവങ്ങളായി നമ്മൾ കാണേണ്ടത് നമ്മളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നവരെയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരെയാണ്. മറിച്ച് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഔലിയാക്കളൊക്കെ യുഖ്രിജൂനഹും, ആ പൈശാചിക ശക്തികളാകുന്ന നേതാക്കൾ, യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്, അവരെ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന്, നേരിന്റെ മാർഗത്തിൽ നിന്ന് ഇരുട്ടലുകളിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. അവർ പഴച്ച മാർഗത്തിലേക്കാണ് അവരുടെ അനുയായികളെ കൊണ്ടുപോകുന്നത്. അവർ നരകത്തിലേക്കാണ് അത്തരം ആളുകളെ കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതാ വള്ളത്തോൾ നാരായണ മേനോൻ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ദർശനങ്ങളെ പരിചയപ്പെടുത്തിയപ്പോ അദ്ദേഹം പാടിയിട്ടുണ്ട്, ഇവർക്കിരുട്ടേ പ്രിയം ഇത്ര മൂതി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ
മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതോ കഷ്ടാവമാനങ്ങളിൽ വീഴ്ത്തിയിടുന്നു താമാതിരേകാൽ കുലനാരിമാരെ. പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ മാർഗല്ല. അവരെ വഴിതെറ്റിപ്പിക്കാനും അവരെ ബലാത്സംഗം ചെയ്യാനും അവരെ പീഡിപ്പിക്കാനും കാത്തിരിക്കുന്ന തമ്മാടികൾ. ആരാധ്യരാം അവരമ്മ വെങ്ങൻ മാരെന്ന് കാണാൻ ഇവർ കൺമിഴിക്ക. സൗദങ്ങൾ തോറും സമസൃഷ്ട ദുഃഖ കണ്ണീരുകൊണ്ടേ പനിനീരൊഴുക്കി അനേക ദുർവൃത്തികളെ പുണർന്ന് രമിക്കയാണ് സുഖലോലുപന്മാർ. ഇതാണ് അറേബ്യയിലെ ജാഹിലിയ കാലം. വള്ളത്തോൾ നാരായണ മേനോൻ പറഞ്ഞ ജാഹിലിയ കാലം അത് തന്നെയാണ് ഇപ്പോഴും. ഇന്നും അത് തന്നെ അവസ്ഥ. പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ 2 പെൺകുട്ടികൾ, മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം കുട്ടിയും ഒരു ഹിന്ദു കുട്ടിയും ഇപ്പൊ പറയുന്നു ഒറ്റ ദിവസം കൊണ്ട് ഒരു ബോംബെയിൽ എത്തിയെന്നാ പറയുന്നത്. ഏതോ ചെക്കന്റെ ഫോൺ നമ്പർ കിട്ടി, അവൻ വിളിച്ചു, അവര് പോയി. ഇതാണെന്ന് ലോകത്തിന്റെ അവസ്ഥ. എന്തൊക്കെയാ കാട്ടുന്ന ആർക്കും അറിഞ്ഞൂടാ. നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കുകയാണ്. ആണും പെണ്ണും ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന, വിവേകമുണ്ടെന്ന് വിചാരിക്കുന്ന, വിദ്യാഭ്യാസമുണ്ടെന്ന് വിചാരിക്കുന്ന സമൂഹം മദ്യവും മയക്കുമരുന്നും, കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും വിരോധമല്ല, കള്ള് കിട്ടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക്, ലഹരിയിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിക്കുകയാണ്. അതിന് പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്, അതിന് അംഗീകാരം കിട്ടുകയാണ്, അത് ആദരിക്കപ്പെടുകയാണ്. നമ്മളെങ്ങാനും മദ്യത്തിനെതിരിൽ പറഞ്ഞാൽ അത് മാപ്പിളാര് മുസ്ലിങ്ങൾ, അവർക്ക് പണ്ടേ കള്ള് ഹറാമായതുകൊണ്ട് നിൽക്കുക. മനുഷ്യത്വത്തിന്റെ വിഘാതമാണിത്. മനുഷ്യന്റെ ബുദ്ധി നശിപ്പിക്കുന്ന ഇത്തരം മദ്യവും മയക്കുമരുന്നും മദിരാശിയും വ്യഭിചാരവും സമൂഹത്തിൽ വ്യാപകമായി സ്ത്രീകളുടെ അഴിഞ്ഞാട്ടങ്ങളും പുരുഷന്മാരുടെ തോന്യാസങ്ങളും സമൂഹത്തിൽ അധപ്പതിക്കുമ്പോ അതാണ് ജാഹിലിയത്ത്. ഇതായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ ലോകത്ത് വന്ന കാലത്തുള്ള ആ അറേബ്യയിൽ ഉണ്ടായിരുന്ന വൃത്തികേടുകൾ. ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനിടയിലാണ് നന്മയുടെ മൂർത്തിഭാവമായ, മാർഗദർശനമായ, പൂർണ്ണമായി പിന്തുടരപ്പെടാൻ പറ്റുന്ന ഷഫീഉന റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ പ്രവാചകർ നേരിന്റെ നിദർശനവുമായിട്ട് ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത്. പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ റസൂലൻ യത്ലു അലൈഹിം അലൈക്കും ആയാത്തില്ല, നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിത്തരികയും മുബയ്യിനാത്തിൻ വ്യക്തമായ മാർഗദർശനങ്ങൾ, നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് വേർതിരിച്ചു തരുന്ന നിദർശനങ്ങളായിട്ട്, നന്മയുടെ അടയാളങ്ങളായിട്ട് തിന്മയെ വേർതിരിച്ചു തരുന്ന ആ പ്രവാചകരെ അല്ലാഹു തആല നിങ്ങളിലേക്ക് നിയോഗിച്ചു. എന്തിനു വേണ്ടി? ആ പ്രവാചകർ ഈമാനും അമലും സ്വാലിഹമുള്ള ആളുകളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അല്ലാഹു തആല പ്രവാചകരെ നിയോഗിച്ച്. നമ്മൾ ആലോചിക്കുക, ആ പ്രവാചകരാണ് നമ്മുടെ മാർഗദർശി. നമ്മൾ ഇരുട്ടിന്റെ ശത്രുക്കളാവണം, നമ്മൾ വെളിച്ചത്തെ പ്രണയിക്കണം, ആ വെളിച്ചത്തെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുക തന്നെ വേണം. ആ നിലയിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാനും നമ്മുടെ സത്വം നഷ്ടപ്പെടുത്തുവാനും നമ്മുടെ ശത്രുക്കൾ, ഇരുട്ടിന്റെ ശക്തികൾ ലോകത്ത് മുഴുവൻ ഒന്നിച്ചിരിക്കുന്ന കാലഘട്ടമാണിത്. ലോകത്ത് ഇരുട്ടിന്റെ ശക്തികൾ എല്ലാ രംഗത്തും അവരെ ഏകോപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പൈശാചിക ശക്തികൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പിശാചിനെ ആരാധിക്കുന്നവർ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകർ അള്ളാഹുവിന്റെ പ്രവാചകർ നമ്മളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ വന്ന പ്രവാചകരാണ്. ആ പ്രവാചകരെ പിൻപറ്റിയാൽ നമുക്ക് വെളിച്ചം കിട്ടും, നേർമാർഗം കിട്ടും, നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ടാവും, അകക്കണ്ണിന് കാഴ്ചയുണ്ടാവും, നമ്മുടെ ദർശനങ്ങൾക്ക് ദീർഘദൃഷ്ടി ഉണ്ടാകും. ആ നിലക്ക് മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് കഴിയുന്ന ഒരവസരം ഒരുക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു തആല അവന്റെ ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളിലേക്ക് നിയോഗിച്ചത്. ആ പ്രവാചകരിലൂടെയാണ് അല്ലാഹു തആല നമുക്ക് ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. ആ മാസമാണിത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ റമളാനിൽ നിങ്ങൾ നോമ്പ് നോൽക്കൽ നിർബന്ധമാക്കിയത് എന്തുകൊണ്ടാ? ഇത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമായതുകൊണ്ടാണ്. ഹുദൽ ലിന്നാസ്, ഇത് മാനവകുലത്തിന് മാർഗദർശനമാണ്. ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള വേദഗ്രന്ഥമല്ല. മനുഷ്യന് മനുഷ്യനായി ഭൂമി ലോകത്ത് ജീവിക്കാൻ ആവശ്യമായതാണ് പരിശുദ്ധ ഖുർആൻ.
ആ പരിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമായതുകൊണ്ടാണ് ആ മാസത്തെ നിർബന്ധ നോമ്പിന് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടും ആ ഹുദയെയാണ് നമ്മൾ മാർഗമാക്കേണ്ടത്. ആ ഹുദയിലേക്ക് ആളുകളെ നയിക്കാനാണ് അല്ലാഹു തആല അവന്റെ പ്രവാചകരെ നിയോഗിച്ചത്. വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ, താങ്കൾ ഒരു ഖുർആൻ പരിഭാഷയല്ല, അല്ലെങ്കിൽ ഒരു ഖുർആന്റെ ടൈറ്റിലല്ല, അല്ലെങ്കിൽ അച്ചടിയല്ല. അല്ലാഹു തആല പറയുന്നത് വഇന്നക, തീർച്ചയായും നബിയെ താങ്കൾ, ലതഹ്ദീ, തീർച്ചയായും താങ്കൾ നേർമാർഗത്തിലാക്കും. നബിയാണ് നമുക്ക് ഹിദായത്ത് തരാൻ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളെയാണ്. ആ നബിയിലൂടെയാണ് ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ചെല്ലേണ്ടത്. ലതഹ്ദീ, തീർച്ചയായും നബിയെ താങ്കൾ ഹിദായത്താക്കും, താങ്കൾ നേർമാർഗത്തിലാക്കും. ഇലാ സിറാത്തിൻ മുസ്തഖീമായ, ചൊവ്വായ റജുവായ മാർഗത്തിലേക്ക് താങ്കൾ ആളുകളെ ചേർക്കുമെന്ന് അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞ ആ പ്രവാചകരിലൂടെ മാത്രമേ ഖുർആന്റെ ആ വെളിച്ചം നമുക്ക് സ്വീകരിക്കാൻ കഴിയൂ. ആ പ്രവാചകന്റെ മാതൃക, ആ പ്രവാചകരുടെ ചര്യ, ആ പ്രവാചകരുടെ ജീവിതം, അതായിരിക്കണം നമ്മുടെ ജീവിതം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി, യഥാർത്ഥ മുസ്ലിമീങ്ങളായി മാറാൻ നമുക്ക് കഴിയുക. പക്ഷെ ആ വെളിച്ചത്തെ ഇന്ന് ഊതിക്കെടുത്താനാണ് യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. ഇസ്ലാമിന്റെ ആ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ എല്ലാവരും യോജിച്ചിരിക്കുകയാണ്. അതിനവർക്ക് യാതൊന്നും പ്രശ്നമല്ല. എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവർ തയ്യാറാവും. ഇസ്ലാമിന്റെ വെളിച്ചത്തെ ഇല്ലാതാക്കാൻ, മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ, ഹിദായത്തിന്റെ മാർഗം, ഈ മനുഷ്യത്വം, മാനവികത, കാരുണ്യം, ദയ, ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് കൂട്ടായിരിക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇരുട്ടിന്റെ ശത്രുക്കൾ ഒന്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് അക്കിത്തം പാടിയതുപോലെ വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന അവസ്ഥയിലാണ് ഇന്ന് ലോകം. വെളിച്ചം ആർക്കും വേണ്ട, നേർമാർഗം ആർക്കും വേണ്ട. അത് ദുഃഖമാണ്. തമസല്ലോ സുഖപ്രദം, ഇരുട്ടാണ് നല്ലത്. എന്നാ ലോകത്ത് ആരും ഒന്നും കാണൂലല്ലോ, ഇരുട്ടത്ത് എന്തോ ആവാലോ. ആ ഇരുട്ടിനുള്ളിൽ എൻ്റെ അറാമ്പറപ്പുകളും എൻ്റെ തോന്യാസങ്ങളും എൻ്റെ തന്നിഷ്ടങ്ങളൊക്കെ നടക്കുമല്ലോ. അതുകൊണ്ട് ഇരുട്ട് മതി, വെളിച്ചം വേണ്ട എന്ന് ചിന്തിക്കുന്ന ലോകത്ത് ചെറിയ വെളിച്ചത്തിന്റെ ചെറിയൊരു കൈത്തിരിയെങ്കിലും കത്തിച്ചു വെക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആ ഹിദായത്തിന്റെ ഖുർആനിന്റെ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഹുദയുടെ ചെറിയ ഒരു വെളിച്ചമെങ്കിലും, ഒരു കൈത്തിരിയെങ്കിലും, ഒരു മെഴുകുതിരി വട്ടമെങ്കിലും ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്, ഉത്തരവാദപ്പെട്ടവരാണ് മുഅ്മിനുകളായ, മുസ്ലിമുകളായ നമ്മൾ ഓരോരുത്തരും. നമ്മളതിൽ വീഴ്ച വരുത്തിയതിന്റെ ഫലമായിട്ടാണ് ലോകത്ത് ഇത്രമാത്രം ഇരുട്ടുകൾ ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അവതരിച്ച ഈ മാസം ധന്യമാകണമെങ്കിൽ നമ്മൾ വെളിച്ചത്തിന്റെ ആളുകളാവണം, ആ വെളിച്ചത്തിന്റെ പ്രചാരകരാകണം, നന്മയുടെ പ്രതീകങ്ങളാവണം. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരിലും അത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരുട്ടിന്റെ ശത്രുക്കളാവരുത്. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ പോകുമ്പോൾ, തറാവി കഴിഞ്ഞ് പോകുമ്പോൾ കണ്ണനൂർ ആൾക്കൂട്ടം, ഞാൻ അപ്പുറത്തൂടെ കടന്നുപോയി. പിറ്റേന്ന് കാണുന്നു ചെക്കന്മാര് തറാവിയിൽ പോലും പങ്കെടുക്കാത്ത കൊടുവായിലുള്ള 17ഉം 19 വയസ്സുള്ള 2 പിള്ളേര് ബൈക്കുമായി വന്നു. ഒരാളെ അപ്പം തന്നെ ശരിയാക്കി. ഇന്നിപ്പതാ പത്രത്തിൽ കണ്ടുന്നു, ഹബീബ് എന്ന് പറയുന്ന മറ്റേ ബൈക്കിലുണ്ടായിരുന്നു ബാക്കിൽ ഇരുന്നവൻ ഇന്നിപ്പതാ മരിച്ചിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരെവിടേക്കായി പോണം നമ്മൾ ആലോചിക്കണം. ആത്മഹത്യാപരമായ ജീവിതം, ഇതിന് ആത്മഹത്യ എന്നാണ് പറയുക. ഈ നിലയിൽ രാവും പകലുമില്ലാതെ വൃത്തികെട്ട ജീവിതം നയിക്കുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറിയാൽ പിന്നെ ലോകത്തിന് നേരിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ ആരാണുള്ളത്? നമ്മളെ ഉള്ളൂ. എൻ്റെ മുഅ്മിനുകളെ, നമ്മൾ നന്നാവുക. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി മുസ്ലിം ആവുക. പേരുകൊണ്ട് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, നിസ്കരിക്കാൻ നിന്നാൽ നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. പക്ഷെ പുറത്തിറങ്ങിയാൽ നമ്മുടെ ഇസ്ലാം നമ്മൾ മാറ്റിവെക്കുകയാണ്. പള്ളിയിലെത്തുമ്പോൾ മുസ്ലിം, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മളൊക്കെ പലരും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്ക് ഞാൻ ആ നിലയിൽ പേര് പറയാൻ വിചാരിച്ചാൽ കിട്ടും. പക്ഷെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലൂല, അത് പേടിച്ചിട്ടാ പറയാത്തത്. പുറത്തിറങ്ങിയാൽ മുസ്ലിം അല്ല, പള്ളിയിൽ വരുമ്പോൾ നമ്മളൊക്കെ മുസ്ലിമാ. ഈ അവസ്ഥയൊന്ന് മാറണം. നമ്മൾ പൂർണ്ണമായി മുസ്ലിങ്ങളാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക